നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കഴിഞ്ഞു തിരുമേനി. കുട്ടിക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും ദേവീ പ്രീതി ഉറപ്പായും കിട്ടിക്കഴിഞ്ഞു. വരൂ, ഇനി വേണം ഈ വിളക്ക് കൊളുത്താൻ. ദേവി, രണ്ട് കാര്യങ്ങളെ എനിക്ക് നിന്നോട് അപേക്ഷിക്കാനുള്ളൂ. ഒന്ന്, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, അവരുടെ സന്തോഷകരമായ ജീവിതം. രണ്ടാമത്തേത്, എന്റെ കൃഷ്ണനെ നീ എന്റെ അരികിലേക്ക് അയക്കണം. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, ആഗ്രഹങ്ങൾക്ക് ഫലം ഉണ്ടാകട്ടെ. കുടിക്കാൻ കുറച്ച് വെള്ളം വാങ്ങിട്ട് വാ, വല്ലാതെ ദാഹിക്കുന്നു. അഞ്ജലി, സ്വന്തം ആരോഗ്യം പരിഗണിക്കാതെ ഇത്ര കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിക്കണമായിരുന്നോ? എന്തിനായിരുന്നു ഇതൊക്കെ? ഒരുപാട് ഭയത്തിന് നടുവിൽ ജീവിക്കുന്നവരാ ഞാനും എന്റെ കുട്ടികളും. അവരുടെ രക്ഷ ഒരു വലിയ വിഷയമാണ്. വ്യക്തിപരമായി പ്രസാദേട്ടൻ അറിയാത്ത കുറെ കാര്യങ്ങൾ എനിക്കുണ്ട്. പ്രസാദേട്ടനോട് അതൊക്കെ പറയാൻ ഇപ്പൊ എനിക്കാവില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം തകർന്ന ദിവസമായി ഇന്നലെ. അതിന്റെ വേദനയിൽ ഞാൻ എല്ലാം ഏറ്റെടുത്തതാണ്. ഇന്നലെ തകർന്നു പോയ എന്റെ സ്വപ്നം എന്താണെന്ന് എന്നോട് ചോദിക്കരുത്. എനിക്കത് പറയാനാവില്ല. ഇല്ല, ഞാനൊന്നും ചോദിക്കുന്നില്ല. എപ്പോഴെങ്കിലും എന്നോട് പറയണമെന്ന് തോന്നുമ്പോ അഞ്ജലിക്ക് അത് പറയാം. പിന്നെ അഞ്ജലിക്ക് അനുജത്തിമാർക്കും അച്ചൂട്ടനും ഞാനൊരു അന്യനല്ല. നിങ്ങളെ അഗാധമായി ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായി തന്നെ എന്നെ കാണണം. അഞ്ജലിക്കും കുടുംബത്തിനും എന്താവശ്യം ഉണ്ടായാലും, എന്ത് പ്രശ്നം നേരിട്ടാലും അതെന്നോട് പറയണം. കുടുംബത്തിൽ ഒരാളായി തന്നെ ഞാൻ അതിന്റെ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കും. എന്നെ വിശ്വസിക്കാം. പൂജാരി, പൂജ പുണ്യോഹം എന്നൊക്കെ പറഞ്ഞ് താൻ എന്നെ പ്രേതാത്മാവിനെ കൊണ്ട് കൊല്ലിക്കാൻ നോക്കിയല്ലേ? ഞാനെന്ത് ചെയ്യുന്ന സാറി പറയുന്നേ? താനൊന്നും ചെയ്തില്ലല്ലേ? അല്ലെങ്കിലും താനൊക്കെ പണ്ടേ ആ സുഭദ്രയുടെ ആളാ അല്ല? എന്തുദ്ദേശിച്ച താൻ എന്റെ അമ്മയുടെ അടുത്ത് വന്ന് മഹാരുദ്ര ഹോമം നടത്തണമെന്ന് പറഞ്ഞത്? എന്നെ നശിപ്പിക്കാനോ അതോ നന്നാക്കാനോ? ഏതായാലും എന്നെ നന്നാക്കാനല്ലാന്ന് എനിക്ക് മനസ്സിലായി. ആ സുഭദ്രയുടെ പ്രേതാത്മാവിന് മുന്നിലേക്ക് എന്നെ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു താൻ. താൻ അതിനു വേണ്ടിയുള്ള പൂജയാണ് നിർദ്ദേശിച്ചതും നടപ്പിലാക്കിയതും. അയ്യോ, ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. കവടിപ്പലയിൽ പ്രശ്നവശാൽ തെളിഞ്ഞത് നിങ്ങളുടെ മകൻ നിങ്ങളുടെ കണ്ണുവട്ടത്തിനടുത്ത് തന്നെ ഉണ്ടെന്ന്. അങ്ങനെ കണ്ണുവട്ടത്ത് നിൽക്കുന്ന മകൻ കൈപ്പിടിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പൂജയായിരുന്നു അത്.
അന്ന് ചെയ്ത പൂജയിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായും മകൻ നിങ്ങളുടെ അടുത്ത് തന്നെ എത്തും. അതിലൊരു സംശയമില്ല എനിക്ക്. എന്നാൽ എനിക്ക് സംശയമുണ്ട്. അന്ന് വന്നത് എന്റെ മകനല്ല, അവന്റെ അമ്മയാണ്. അവന്റെ അമ്മയുടെ പ്രേതാത്മാവ്. ഇതാ തന്നെ കാണുന്ന അത്രയും വ്യക്തമായി തന്നെ ഞാൻ അവളെ കണ്ടു. ഒരു തവണയല്ല, 2 3 തവണ. ഇപ്പോഴും അവൾ എന്റെ ചുറ്റുവട്ടത്ത് എവിടെയോ ഉണ്ട്. വെറും പ്രേതമായിട്ടല്ല, മറ്റയും മാംസവുമുള്ള സ്ത്രീയായിട്ട്. ഇനി താൻ പറയണം അവൾ എവിടെയാണെന്ന്. എനിക്ക് എങ്ങനെ അവളെ കാണാൻ പറ്റും? പറയാൻ പറയണോ? അയ്യോ, എന്നെ കൊല്ലരുത്. എനിക്കതൊന്നും പറയാൻ കഴിയില്ല. ഞാനൊരു പാവം പൂജാരിയും ജ്യോത്സ്യനും മാത്രമാ. പ്രശ്നം വെച്ച് ഫലം പറയാനേ അറിയൂ. അല്ലാതെ പ്രേതാത്മാക്കളുടെ ഗതി പ്രവചിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. പിന്നെ ആരെ കൊണ്ട് കഴിയും? എനിക്കറിയണം അവൾ എവിടെ ഉണ്ടെന്ന്. എവിടെ ഉണ്ടെങ്കിലും അവളെ എനിക്ക് തളയ്ക്കണം. പറ, ആരെ കൊണ്ട് കഴിയോ അവളെ കാണിച്ചു തരാൻ? ആരെ കൊണ്ട് കഴിയോ അവളെ കാഞ്ഞിരത്തിൽ തറയ്ക്കാൻ? അല്ലെങ്കിൽ തന്റെ തലയിൽ ആണി അടിച്ച് കഴിച്ച ഞാൻ. അയ്യോ, അതിപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഒരാളെ കൊണ്ടേ കഴിയൂ. കരകാണ്ടൻ നാഞ്ചിനാക്കത്ത് മാത്രം. സത്യമാ ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നടത്തിത്തരാൻ ആ കൊടും വനത്തിലെ നാഞ്ചിനായ്ക്കർ സ്വാമിക്കേ കഴിയൂ. നിങ്ങൾ ആ സ്വാമിയെ പോയി കാണും. സ്വാമി ഒരു പരിഹാരം പറഞ്ഞു തരും. ഒന്നുകിൽ നേരിട്ട് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ തളയ്ക്കാനോ ഉച്ചാടനം ചെയ്യാനോ. എന്നെ അങ്ങ് വെറുതെ വിട്, ഞാൻ പൊക്കോട്ടെ. ഓക്കോ, തിരിഞ്ഞു നോക്കാതെ വേണം പോവാൻ, അല്ലെങ്കിൽ പുറകിൽ നിന്ന് വണ്ടി കയറ്റി കൊന്നുകളെ ഞാൻ. അയ്യോ അയ്യോ, വേണ്ട, ഞാൻ തിരിഞ്ഞു നോക്കൂല. അയ്യോ, അയ്യോ, സാറെന്തിനാ എന്നെ നോക്കുന്നേ? ഞാനല്ല കരകാണ്ട നാഞ്ചി നായ്ക്കർ. അയാളങ്ങ് കൊടും കാട്ടില്ല. അയാള് കാട്ടില്ല, നമ്മള് നാട്ടിലും. പണ്ടത്തെ പോലെ നമ്മൾ രണ്ടുപേരും നാട് വിട്ട് കാട് കയറും, കരകാണ്ട നാഞ്ചി നായ്ക്കറെ കാണാൻ. അയ്യോ, എന്റെ അയ്യപ്പസ്വാമിയെ, എന്നെ കൊണ്ടൊന്നും വയ്യ. അന്ന് കടിച്ച പാമ്പിന്റെ വിഷം ഇന്നും എന്റെ ചോരയെ കൂടെ ഒഴുകുക. ഇനിയും ഞാൻ ആ കാട് കയറിയാൽ ഒന്നും സംഭവിക്കില്ല. നിന്നെ ഞാൻ ഈ കൊണ്ട് നടക്കുന്നത് ഇടയ്ക്കൊക്കെ പാമ്പിന്റെയും പഴുതാരയുടെയും കടിയിൽ എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടാനാണ്. നീ വരൂ എന്റെ കൂടെ. വന്നില്ലെങ്കിൽ കയറി കെട്ടി ഡിക്കിയിലിട്ട് കൊണ്ടുപോകുന്നതിന് ഞാൻ. മനസ്സിലായോടാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.